നമസ്കാരം. എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മുടെ വിഷയം നല്ല രസകരമായ ഒരു വിഷയമാണ്. അതായത് ചത്ത മീനുണ്ടല്ലോ, ചത്ത മീൻ നമുക്ക് വെള്ളത്തിൽ ഇങ്ങനെ ഓടിക്കളിക്കും. ഇതാണ് നമ്മുടെ വിഷയം. അപ്പം ഞാനിന്ന് ഈ വൈദ്യം പറയുന്നതിൻ്റെ ഇടയിൽ ഇത് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ, ഒരു രസകരമായ സംഭവമുണ്ട്. എന്താ വെച്ചാൽ, ശാസ്ത്രം പുരോഗമിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ യുക്തിവാദികൾ ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട് ദൈവത്തെ നിഷേധിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരിപ്പോൾ ഈയിടെ അടുത്ത് ചൈനയിലൊരു ചങ്ങായി ഫ്രിഡ്ജിൽ നിന്ന് മീനുണ്ട് എടുക്കും. ഫ്രിഡ്ജിൽ നിന്ന് മീനെടുത്തിട്ട് അത് വെള്ളത്തിലിടും, ചത്ത മീൻ. അതിങ്ങനെ വെള്ളത്തിൽ ഓടിക്കളിക്കും. അങ്ങനെ അതും വെച്ച് വരെ ഭയങ്കര കൊണ്ടാട്ടമായിരുന്നു ഫേസ്ബുക്ക്, യൂട്യൂബ്, വാട്സപ്പിലൊക്കെ. ശാസ്ത്രം ജീവൻ്റെ കണികൾ കണ്ടുപിടിച്ചു, ഇനി അധികം വൈകാതെ തന്നെ മനുഷ്യരിലേക്കും എത്തുമെന്ന്. അപ്പോൾ ഈ ഒരു ഉഡായിപ്പ്, ഈ ഒരു തട്ടിപ്പിൻ്റെ പിന്നിൽ എന്താണ് രഹസ്യം എന്ന് സ്വാഭാവികമായിട്ട് എല്ലാവരും അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ പിന്നെ എന്താവും, ജീവനും കൂടി ഇപ്പോൾ അവർ കണ്ടുപിടിച്ചെന്ന് പറഞ്ഞാൽ പിന്നെ പടച്ചോര് കൂടെ എന്താ പണിയെന്ന് അതപ്പോൾ ഞാൻ ചോദിക്കണ്ടേ. അപ്പം ഇതൊക്കെ ഒരു മഹാ ഉഡായിപ്പാണ്. കാരണം ജീവൻ ഒരാൾക്ക് കൊടുക്കാനോ എടുക്കാനോ അതിനുള്ള അധികാരം ഈശ്വരനക്ക് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ഈ മനുഷ്യരായ നമ്മളെപ്പോലെയുള്ള ഈ മലവും മൂത്രവും പേറി നടക്കുന്ന, എപ്പോഴും നജസായി ജീവിക്കുന്ന ഈ മനുഷ്യ ജന്മം കൊണ്ട് അത് സാധ്യമല്ല. ഈ കാണുന്ന അണ്ടകടാഹം പ്രപഞ്ചമെല്ലാം സൃഷ്ടിച്ച് പരിപാലിച്ച് അതിൻ്റെ കാര്യകാരണം നിയന്ത്രിക്കുന്ന ഈശ്വരന് മാത്രമേ അതൊക്കെ പറ്റുള്ളൂ. പിന്നെ യുക്തിവാദികൾ പല തള്ളലുണ്ട്. യുക്തിവാദികൾ പറയുന്നത് ഭയങ്കര രസകരമാണ്. ഈ പ്രപഞ്ചം ദൈവം ഉണ്ടാക്കിയിട്ടില്ല, ബിഗ് ബാങ് തിയറിയാണ്, എന്തോ പൊട്ടിത്തെറിച്ച് ഉണ്ടായതാണെന്നാണ് അവർ. 1921 ശേഷം. അതിൻ്റെ പിന്നെ സ്റ്റഡി സ്റ്റേറ്റ് തിയറിയാണ്. പിന്നെ അവരെ കുറേ ഇംഗ്ലീഷിൽ കുറേ പേരുകളുണ്ട്. ഒന്ന് ചോദിച്ചാലും അതിനുള്ള വ്യക്തമായ തെളിവും ഉണ്ടാവില്ല. സിംഗുലാരിറ്റി, ബ്ലാക്ക് ഹോള്, ബ്ലാക്ക് മെറ്റൽ, ആറ്റം, എനർജി, എന്തൊക്കെയാണ് ഇവർ പറഞ്ഞു കൂട്ടുന്നത്, ഒരു പിടുത്തമില്ല. അതെന്തോ ആവട്ടെ, നമ്മളവരെ നിഷേധിക്കുകയല്ല. നമ്മളിപ്പോൾ ഈ ജീവൻ്റെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ, ഈ ജീവൻ എന്നുള്ളത് ഒരു മനുഷ്യനക്ക്, നമുക്ക് മനുഷ്യ ജന്മത്തിൽ ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമല്ല. അതിൻ്റെ രഹസ്യം അങ്ങനെയാണ്. മനസ്സിലായോ? അപ്പോൾ ആ വീഡിയോസ് എന്താണെന്ന് വെച്ചാൽ, ചൈനക്കാരൻ ഈ വീഡിയോസ് എടുത്തിട്ട് പിന്നെ അത് വളരെയധികം വൈറലായ ഒരു വീഡിയോ ആണത്. കാരണം ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത മീന് അങ്ങനെ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അത് ശരിക്കും ഓടുന്നുണ്ട്. വ്യക്തമായിട്ട് നമുക്ക് കാണാം. വ്യക്തമായിട്ട് നമുക്ക് കാണുന്നുണ്ട്. അത് ഓടുന്നത് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ അതിന് വേണ്ടിയിട്ടാണ് ഇവരെന്ത് ചെയ്തത്, പിന്നെ ഇത് ശാസ്ത്രം കണ്ടുപിടിച്ചു, ജീവൻ്റെ കണിക കണ്ടുപിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഒച്ചയും വെളിയും ബഹളമൊക്കെ ഉണ്ടാക്കിയിരുന്നത്. പക്ഷെ വാസ്തവത്തിൽ ഇതൊരു ടെക്നിക്കാണ്. ഇത് ഒരു ടെക്നിക്കാണ്. ഇത് മാത്രമല്ല, അങ്ങനെ പലതും നമുക്ക് ഓടിക്കാം. ഇത് മായാജാലം, അതേമാതിരി മൈവിദ്യ എന്നൊക്കെ പറയില്ല, അതിൽ പെട്ട ഒരു സംഭവമാണിത്. ഓക്കെ. പിന്നെ ഇതുപോലത്തെ കുറേ കാര്യങ്ങൾ പഴയ ആയുർവേദ ഗ്രന്ഥം, നമ്മുടെ രാവണൻ എഴുതിയ ഒരു ആയുർവേദ ഗ്രന്ഥമുണ്ട്. സാഹിത്യം അങ്ങനെയാണ് പറയുന്നത്, മൂപ്പര് എഴുതിയ ഗ്രന്ഥം എന്നാണ് പറയുന്നത്. അതിൽ പറയുന്നുണ്ട്. അതേമാതിരി ചീന ഓർ ബംഗാൾ കാ ജാദു എന്ന് പറയുന്ന ഒരു ഉറുദു ഗ്രന്ഥത്തിൽ ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. മനസ്സിലായേ? അതിൽ ആട്ടിൻതലയൊക്കെ കഷ്ണം മുറിച്ച് വെച്ച ആട്ടിൻതലേൻ്റെ ഉള്ളിൽ ചന്ദനത്തിരി ഇങ്ങനെ പുകച്ച് കഴിഞ്ഞാൽ ആർക്കുന്നവരൊക്കെ ആർക്കും. അതതിൻ്റെ ട്രിക്സാണ്. അതൊക്കെ വേണമെങ്കിൽ പിന്നെയും പറഞ്ഞു തരും ഇൻഷാ അല്ലാ. അപ്പം നമുക്ക് ആവശ്യപ്പെട്ടതാണ് ഏത്, ഈ മീനിൻ്റെയാണ്. അപ്പോൾ ഈ മീനിങ്ങനെ വെള്ളത്തിൽ ഓടിഞ്ഞ് വിചാരിച്ചിട്ട് നിങ്ങൾ ശാസ്ത്രം കണ്ടുപിടിച്ചെന്നൊന്നും ആരും വിശ്വസിക്കണ്ട. മനസ്സിലായ? ശാസ്ത്രം അത് തന്നെ, പടച്ചോൻ തന്നെ. അപ്പം പടച്ചോനെ നിഷേധിച്ചിട്ടുള്ളൊരു ശാസ്ത്രം നമുക്ക് വേണ്ട. മനസ്സിലായില്ല? അങ്ങനെ എന്തെങ്കിലും വീഡിയോസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്ക് നേരിട്ട് അയച്ചു തരിക. മനസ്സിലായില്ലേ? ഞാൻ ശാസ്ത്രം ആ ജീവൻ കണ്ടുപിടിച്ചു, ഈ ജീവൻ കണ്ടുപിടിച്ചു എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് നേരിട്ട് എൻ്റെ പ്രൊഫഷനിൽ അയച്ചെന്ന് അതിൻ്റെ യഥാർത്ഥ സത്യാവസ്ഥ ഞാൻ തുറന്ന് നിങ്ങളോട് പറയുന്നതായിരിക്കും. മനസ്സിലായില്ല? അവരെ കൊണ്ട് ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല, ജീവനൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. അതൊക്കെ വെറുതെ ഉഡായിപ്പാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതിൻ്റെ ട്രിക്സ് എന്താണെന്ന് ഞാൻ പറഞ്ഞേട്ടെ. സിമ്പിളാണ് പരിപാടി. നിങ്ങൾക്ക് വീട്ടിൽ ചെയ്തു നോക്കാം. ശരിക്കും മീൻ ഓടും.
ശരിക്ക് മീനാണ്ട് ഓടും. ഞാൻ ഉറപ്പിച്ച് പറയുന്നത്, കാരണം ഞാൻ ചെയ്തിട്ട് പരീക്ഷിച്ചിട്ടാണ് നിങ്ങളോട് പറഞ്ഞു തന്നെ. മനസ്സിലായോ എന്താ സംഭവം എന്നറിയോ? ഒരു ചത്ത മീൻ, മത്തി അലിഞ്ഞേരി, അയില അലിഞ്ഞേരി, എന്ത് വണ്ടാറ അലിഞ്ഞ് ഫ്രിഡ്ജിൽ വെക്കുക. അപ്പോൾ ചാവുമല്ലോ. എന്നിട്ട് വൈദ്യപീഡിയെ പോയാൽ നിങ്ങൾക്ക് കിട്ടും രസം എന്ന് പറയുന്ന സാധനം. രസം അറിയാമല്ലോ, രസം എന്താണെന്ന് അറിയാമല്ലോ. ഒരു ഓടിക്കളിക്കുന്ന ഒരു ലിക്വിഡാണ്. മനസ്സിലായില്ലേ? ആ ലിക്വിഡ് വാങ്ങുക, കുറച്ച് വാങ്ങിയാൽ മതി. വൈദ്യപീഡിയെ പോയി ചോദിച്ചാൽ കിട്ടും രസം. ഈ രസം വാങ്ങിയിട്ട് എന്ത് ചെയ്യണം വെച്ചാൽ ചെറിയ കുഴലിലാക്കുക. അതായത് നമ്മുടെ ഈ സർബത്തൊക്കെ കുടിക്കുന്ന ട്രേ ഉണ്ടല്ലോ, അങ്ങനത്തെ ചെറിയ കഷ്ണം മുറിച്ചിട്ട് അതിലാക്കിയിട്ട് 2 സൈഡ് മെഴുക് വെക്കുക. ഒരു സൈഡ് മെഴുക് വെച്ചിട്ട് വേണം ഇത് രസം അതിൻ്റെ ഉള്ളിൽ വീഴ്ത്താൻ. എന്നിട്ട് മറ്റേ ഭാഗം മെഴുകൊണ്ട് അടച്ചിട്ട് മീനിൻ്റെ വയറ്റിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കുക. ഒരു മത്തി എടുത്തോളി. എന്നിട്ട് നിങ്ങൾ പരീക്ഷിച്ച് നോക്കുകയും അപ്പോൾ ഓടിയില്ലെങ്കിൽ എന്നെ വിളിക്കുകയും. മനസ്സിലല്ലേ? എന്നിട്ട് അതിൻ്റെ വയറ്റിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കുക. വയറ്റിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചാൽ ഉഷാറായാൾ. അങ്ങനെ കാണികളൊക്കെ വിളിച്ചിട്ട് ശാസ്ത്രജ്ഞനൊക്കെ ആവട്ടോ. ഇപ്പം ഞാൻ മാത്രമല്ല, നിങ്ങൾക്കും വലിയ ശാസ്ത്രജ്ഞനാവാം. ഞാൻ ചത്ത മീൻ ഞാൻ ജീവൻ ഇടിക്കുന്നു, ഞാൻ കണ്ടുപിടിച്ചെന്നൊക്കെ നിങ്ങൾക്ക് തള്ളലുകളൊക്കെ തള്ളാം. ആർക്ക് വേണമെങ്കിലും ചെയ്യാട്ടോ, കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുക, പാത്രത്തിൽ വെള്ളം വെക്കുക. എന്നിട്ട് ഈ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഇതിലിട്ടാൽ മീനാണ്ട് ഓടിക്കളിക്കും. ശരിക്ക് ഒറിജിനൽ മീൻ ഓടുന്ന മാതിരി ഓടിക്കൊണ്ടിരിക്കും. മനസ്സിലായില്ലേ? ഇതെന്താ സംഭവം എന്നറിയോ? ഈ ഉള്ളിൽ ഈ രസം ഉണ്ടല്ലോ, ഈ രസം അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുണ്ട് കളിക്കും. ഈ ഉരുണ്ടുമ്പോൾ വീണ് ചലിച്ചുകൊണ്ടിരിക്കും. ഇതാണ് ഇതിൻ്റെ പിന്നിലെ രഹസ്യം. വേറെ ഒരു ചുക്കുമില്ല. ഇതിനെയാണ് ഇവര് ഞങ്ങൾ ശാസ്ത്രത്തിൽ ജീവന്റെ കണിക കണ്ടുപിടിച്ചെന്നൊക്കെ പറഞ്ഞ് ഇവിടെ പടച്ചോനെ നിഷേധിച്ചിട്ട് മുസ്ലിങ്ങളെ കുതിര കയറാനും ഖുർആനെ നിഷേധിച്ചിട്ട് യുക്തിവാദികളെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അപ്പോൾ ഈ യുക്തിവാദികളോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, തല വേണം. എന്തൊരു കാര്യത്തിന് തല വേണം. ചിന്തിക്കണം നമ്മളെല്ലാ കാര്യങ്ങളും. മനസ്സിലായി? ചിന്തിച്ച് ആരോ എന്തൊക്കെയോ പുസ്തകത്തിൽ എന്തൊക്കെയോ എഴുതി അതും വിശ്വസിച്ചിട്ട് അതിന് പിന്നാലെ അടക്കുന്നതിനാടി നല്ലത് നമ്മൾ സ്വയമായി ചിന്തിക്കുക. എന്താണ് പ്രപഞ്ചം? എന്താണ് നമ്മളിലുള്ളത് എന്താണ്? ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി ജീവിക്കുന്നത് നല്ലതായിരിക്കും. ഈ ആദ്യം ഉടായ്പ തള്ളേറ്റൊന്നും കേരളത്തിലെ ജനങ്ങളെ പറ്റിക്ക് ഞങ്ങൾ ഇറങ്ങണ്ട. ചൈനക്കാർ ജീവൻ കണ്ടുപിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാണ് അതിൻ്റെ സത്യം കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും പരീക്ഷിച്ചോളി. ഞാൻ പറഞ്ഞത് വളരെ 100% സത്യമാണ്. അപ്പോൾ ഈ ആദ്യം വീഡിയോസുകളൊന്നും കണ്ടിട്ട് നിങ്ങൾ ദൈവനിഷേധികളായി പോകണ്ട. അതിനു വേണ്ടിയാണ് ഞാനിന്ന് ഈ ഒരു എപ്പിസോഡ് ഇതിനായിട്ട് വിട്ടത്. അപ്പോൾ ഇനി വേറൊന്ന് പറയാനുള്ളത്, നമ്മൾ ശാസ്ത്രത്തെ അംഗീകരിക്കുന്ന ആളാണ്, ശാസ്ത്രജ്ഞനെ അംഗീകരിക്കുന്ന ആളാണ്. നമ്മൾ അതിനെതിരുമല്ല. കാരണം നമുക്കെതിരെ 1-2 ആൾക്കാരുള്ളൂ. ഒന്ന് റിച്ചാർഡ് ഡോക്കിൻസ്, ഡാർവിൻ, ഇവരൊന്നും ഞാൻ അംഗീകരിക്കില്ല. കാരണം അവരുടെ തിയറികളൊന്നും നമുക്ക് പറ്റില്ല. കാരണം അതൊക്കെ പച്ച നോണ കള്ളത്തരം എന്നാ പറയാൻ പറ്റും. റിച്ചാർഡ് ഡോക്കിൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തെരുവ് പ്രസംഗികൻ. അദ്ദേഹത്തിൻ്റെ നാസ്തികനായ ദൈവം എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്, ദൈവനിഷേധത്തിനായിട്ട്. അതിനെ പിന്തുടർന്നിട്ട് ഡാർവിൻ്റെ പുസ്തകങ്ങൾ വായിച്ചിട്ടാണ് ഇവർ ദൈവനിഷേധിക തൊഴിലാളികളായിട്ട് ഇങ്ങനെ ജീവിച്ചു പോകുന്നത്. കുറേ യുക്തിവാദികൾ കേരളത്തിൽ കാണുന്നില്ല നിങ്ങൾ. അപ്പം ഇതാണ് ശാസ്ത്രത്തിൻ്റെ ഉടായ്പ്. ഈ മീന് വെള്ളത്തിൽ ഓടി ജീവൻ വെച്ചെന്ന് പറയേണ്ട സത്യാവസ്ഥ ഇതാണ്. അപ്പം നിങ്ങളിനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. ദയവ് ചെയ്തിട്ട് ഇങ്ങനെ എന്തേലും ശാസ്ത്രം കണ്ടുപിടിച്ചു, ഞങ്ങൾ ഇങ്ങനാക്കി എന്നുള്ള എന്തെങ്കിലും ഒരു വീഡിയോസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നേരിട്ട് എനിക്ക് വാട്സപ്പിൽ അയച്ചു തരാം. അതിൻ്റെ കള്ളത്തരം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. മനസ്സിലായില്ലേ? ഈ പ്രപഞ്ചം സത്യമാണ്. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാതും സത്യമാണ്. ഈ പ്രപഞ്ചത്തിന് ഓരോ അണുവിലും ഓരോ ഭാഗത്തും ഓരോ പുൽച്ചെടിക്കും അതിൻ്റേതായ കഴിവുകളും ദൈവം തമ്പുരാൻ കൊടുത്തിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഈ പ്രപഞ്ചത്തിൽ നിന്ന് ഇല്ലാത്ത ഒന്നും തന്നെ ഇവിടെ ഒരു ശാസ്ത്രമില്ല. പ്രപഞ്ചമാണ് ഏറ്റവും വലിയ ശാസ്ത്രം. പ്രപഞ്ചത്തിൽ നിന്ന് എന്തെങ്കിലും കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ അവനാണ് ശാസ്ത്രജ്ഞൻ. അല്ലാതെ ഇവർ പറയുന്ന ഉഡായിപ്പൊന്നല്ല. പറഞ്ഞ മനസ്സിലായില്ലേ? ഇവിടെ ദൈവം തമ്പുരാൻ നമുക്ക് എല്ലാം തന്നിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ അറിവും അതിനെ പ്രവർത്തിക്കേണ്ട രീതികളും മാത്രം നമ്മൾ മനസ്സിലാക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ? അപ്പോൾ
ഞാനിപ്പോൾ ഇത് പറഞ്ഞുകൊണ്ട് യുക്തിവാദികൾ എന്നെ മേലെ ദേഷ്യം പിടിക്കൊന്നും വേണ്ട. കാരണം ഞാൻ നിങ്ങളെ കുറ്റവും കുറവൊന്നും പറയില്ല. ഞാൻ ഇതിൻ്റെ ഒരു യഥാർത്ഥ സത്യാവസ്ഥ തുറന്നു പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അടിക്കുക, അമർത്തുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ എപ്പിസോഡുകളെ നേരിട്ട് കിട്ടും. ഓട്ടെ, അപ്പം ഞാൻ ഇത് മാത്രം ഇന്നിപ്പോൾ വൈദ്യമല്ലാതെ ഇങ്ങനെ വിടാൻ കാരണം ഇതിനൊരു തക്കതായ കാരണമുണ്ട്. പലരും വിളിച്ചിങ്ങനെ പറഞ്ഞു, ഇങ്ങനെ മരുന്നില്ല, അതില്ല, കൂട്ടായ്പാണ്, ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇത് ഇടാൻ കാരണം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അടുത്ത് ഞാൻ നല്ലൊരു എപ്പിസോഡായിട്ട് വരും, മർമ്മ ചികിത്സയായിട്ട്. ഓക്കെ, താങ്ക് യു. ഓം അഗസ്ത്യായ നമഃ, ഓം ഭോഗായ നമഃ.